ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരിടുകയാണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, കുറെ മുഖങ്ങൾ കാണുന്നുണ്ട്, കുറെ പേരുകൾ കാണുന്നുണ്ട്. നിങ്ങളെ ചാറ്റ് ബോക്സ് നിങ്ങളുടെ അടുത്തുണ്ടാവുമല്ലോ. ജസ്റ്റ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളുകൾക്ക് ഈ ഒരു സുപ്രഭാതത്തില് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാ, ഇതിലുള്ള ആരുടെയെങ്കിലും പേര് ടിക്ക് ചെയ്തിട്ട് അവരുടെ പേരിന്റെ കൂടെ ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് ചാറ്റ് ചെയ്യാം. ഉദാഹരണം, ഫാത്തിമ ആണെങ്കിൽ ഫണ്ടാസ്റ്റിക് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ബുദ്ധിപതിയായ ബിജു എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവരുടെ പേരിന്റെ കൂടെ ആ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹംബിൾ ഹാജറ. ഓക്കെ, ഒന്ന് സ്പീഡായിട്ട് ചാറ്റ് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ ചാറ്റ് ചെയ്യാം. ഈ ഒരു 1 മിനിറ്റിനുള്ളിൽ എല്ലാവരും മാക്സിമം ആളുകൾക്ക് ഒരു പോസിറ്റീവ് വേർഡ്സ് ആഡ് ചെയ്തുകൊണ്ട് അവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന ഒരു പോസിറ്റീവ് വേർഡ്സ് ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഫണ്ടാസ്റ്റിക് ഫാത്തിമ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഷൈനിൻ ഷഹാൻ. അതിനിടയ്ക്ക് നമ്മളെ പേരിന്റെ കൂടെയാണോ ചേർക്കണ്ടേ? നിങ്ങളെ പേരിന്റെ കൂടെ അല്ല, നിങ്ങളതല്ലാത്ത മറ്റൊരാളുടെ പേര്. ഓക്കെ 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 ഓക്കെ. വീഡിയോ ഓഫ് ചെയ്തതാണോ? വീഡിയോ കാണുന്നില്ലേ? ഇല്ല, വീഡിയോ ഉണ്ടല്ലോ. എനിക്ക് കാണാത്തതാണോ? വീഡിയോ അല്ല, വീഡിയോ കാണുന്നില്ലല്ലോ. സാറിന്റെ വീഡിയോ കാണുന്നില്ല. ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഒരു മിനിറ്റ്. ഓക്കെ, ഇത് ചാറ്റ് ചെയ്തോളൂ, ടൈം കളയണ്ട, വീഡിയോ വരും. ഓക്കെ, ഒന്ന് ഫാസ്റ്റ് ചാറ്റ് ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, ഷൈനിങ് ഷിപ്പു, പിന്നെ അക്കാഡമിക് അൻഷദ്, സർപ്രൈസ് സലീം, അയ്വ. പിന്നെ ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷമുള്ള ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സീരിയസ് സാർ, ഏതായാലും സർപ്രൈസ് ആയി. ഇപ്പോ വീഡിയോ ഉണ്ടോ? ഉണ്ട്. ഓക്കെയാണ്. നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുൾ സുഹൈല്, ഹാൻസം ഹാജറ. ഓക്കെ, ഇനി ആർക്കൊക്കെ കൊടുക്കാണ്ട്? നൈസ് ന്യൂസിയ, അയ്വ. റോക്കിംഗ് ബഷീർ, അത് നമ്മളെ നിയമം തെറ്റിച്ചിട്ടുണ്ട്. മാർവലസ് മെഹറു. ഓക്കെ, പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പേരിന്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ്. ഓക്കെ, സ്മൈലിംഗ് സ്മിത. ഓക്കെ, ജെന്റിൽമാൻ ജസീർ, സൂപ്പർ സുഹൈർ, ആസം അബ്ദു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ കുറെ ആളുകൾക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് വേർഡ്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അറിയാവുന്ന വേർഡ്സിനെ നമ്മളുടെ പേരിന്റെ കൂടെ ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാനത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഉള്ളില് ഒരു എന്താ പറയാ, ഒരു ഉൾപ്പുളകം അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. എസ് ആണെങ്കിൽ ആ ഒരു ഹാർട്ടിന്റെ ചിഹ്നത്തോളൂ. അതായത് നമുക്ക് ആരെങ്കിലും ഒരാൾ ചെറിയൊരു അപ്രീഷിയേഷൻ നൽകുമ്പോഴേക്കും നമ്മളെ മനസ്സിൽ സന്തോഷിക്കും. ഒരുപക്ഷെ ഇതിലിപ്പോ ഒരുപാട് ആളുകളുണ്ട്, അതിന്റെ ഇടയിൽ ഒരുപക്ഷെ പേര് പരാമർശിച്ച് പോവാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അവർക്ക് ആ ഒരു ഇത് കിട്ടിക്കോണമെന്നില്ല. ഇതിൽ തന്നെ കുറെ ആളുകളുടെ പേര് വന്നോളം നിർബന്ധമല്ല. പക്ഷെ ആ വന്ന ആളുകൾക്ക് പ്രഭാഷകന്റെ മുഖം ഇപ്പോഴും കാണുന്നില്ല. ആര്? എന്റെ ഹാൻഡ്സെറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല, താങ്കളുടെ മുഖം ഇപ്പോഴും കാണുന്നില്ല വീഡിയോ. ഇല്ലേ? എന്റെ ഫോണിലും കാണുന്നില്ല. ഇല്ല കാണുന്നില്ല കേട്ടോ, കാണുന്നില്ല. വീഡിയോ ഓഫാണ്. വീഡിയോ ഓഫാണ്. അല്ല, ഹലോ, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അത് മറ്റൊരു ഡിവൈസ് ആയതുകൊണ്ടാണ്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി. ഡിവൈസ് രണ്ടും രണ്ട് ഡിവൈസ് ആയതുകൊണ്ടാണ്. യഥാർത്ഥ ആളാണോ AI ആണോ? ഓക്കെ ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കാണാം.
കാണുന്നുണ്ട് ഞാൻ സർ. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ 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 ഓക്കെ. ഓക്കെ, ഞാന് പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത് നൽകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾക്ക് അറിയാം, ഈ കൊടുത്ത ആളുകൾക്ക്, ഇപ്പൊ അവരുടെ പേര് പറഞ്ഞ് കൊടുത്ത ആളുകൾക്ക്, ആ കൊടുത്ത ആളുകൾക്കും ആ കിട്ടിയ ആളുകൾക്കും ഒരേപോലെ ഒരു ഹാപ്പിനെസ് ആൻഡ് പോസിറ്റീവ് എനർജി ഇപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഓരോ ദിവസവും തുടങ്ങി അവസാനിക്കുന്നതിനിടയിൽ ഇത്രത്തോളം എത്ര പേർക്ക് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും വലിയൊരു സമ്മാന പൊതി മാത്രമല്ല, നമ്മളിൽ നിന്ന് വരുന്ന ചെറിയ വാക്കുകള്, ചെറിയ പിന്നെ നോട്ടം, അതുപോലെ തന്നെ ചെറിയ പുഞ്ചിരി, ഇതൊക്കെ വലിയ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു ദിവസം നമുക്ക് എത്രത്തോളം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ച് നോക്കാം. ഞാൻ കുറച്ച് മുമ്പ് ഒരു കോഴിക്കോട് മൊഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മദ്രസയിൽ പോയിരുന്നു രാവിലെ. ആ മദ്രസയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ആദ്യം ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. രാവിലെ ഞാൻ മദ്രസയിലെത്തി ഒരു പീരീഡ് കഴിഞ്ഞ സമയത്ത് 1ാം ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു. നേരത്തെ വേറെ ക്ലാസ്സിലായിരുന്നു. 1ാം ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോ അവിടെ ടീച്ചർ പുറത്ത് വന്നിട്ട് ഭയങ്കര എന്തോ അറിയില്ല, ഭയങ്കര ആകാംക്ഷയും ആശ്ചര്യത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി എന്നോടൊരു കാര്യം പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ക്ലാസ്സിൽ ഒരു മിൻഫാഷ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ മിൻഫാഷ് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി പിന്നെ മദ്രസയിൽ വരുന്ന സമയത്ത് പേന എടുക്കാതെ, പെൻസിൽ എടുക്കാതെ ഒക്കെ സ്ഥിരമായി വന്നപ്പോൾ ഒരു ദിവസം ടീച്ചർക്ക് എന്ത് ചെയ്തു, ദേഷ്യം പിടിച്ചിട്ട് ടീച്ചർ ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക. വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വീട്ടിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആ ടീച്ചറോടുള്ള ഒരു പക സ്വാഭാവികമായിട്ടുണ്ടാവും. വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ടീച്ചർ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയിട്ട് പേന എടുത്തുകൊണ്ടാൻ പറഞ്ഞു. കുട്ടി എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി. അപ്പൊ ഈ പോയ സമയത്ത് കുട്ടികളൊക്കെ പറഞ്ഞു, ഇനി എന്തായാലും മിൻഫാഷ് വരില്ല, കാരണം പിന്നെ അവന് അത്രയും വിഷമമായിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ടീച്ചറോടുള്ള ദേഷ്യം കൊണ്ട് എന്തായാലും വരാൻ സാധ്യതയില്ലെന്ന്. അപ്പൊ ടീച്ചർക്ക് തോന്നി, ഞാനിപ്പോ ഒരു പേനയ്ക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടിയിരുന്നില്ലല്ലോ, ഇനിയിപ്പോ അവൻ വന്നിട്ടില്ലെങ്കിൽ അതും ഒരു പ്രയാസാവൂല്ലേ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് കുട്ടി അവിടെ വരികയാണ്. ആ കുട്ടി വരുന്ന സമയത്ത് പിന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. സാധാരണഗതിയിൽ കുട്ടികളും പറഞ്ഞ അടിസ്ഥാനത്തിൽ കുട്ടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വരേണ്ടത് അല്ലെങ്കിൽ വരാതിരിക്കേണ്ട സ്ഥാനത്ത് കുട്ടി വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ടീച്ചർക്ക് എന്തോ തോന്നി, എന്താ പോയി കുട്ടി ഇങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡിലൊക്കെ വരുന്നത്. കുട്ടി നേരെ സീറ്റിലേക്ക് പോവാതെ ടീച്ചർ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ടീച്ചറെ നിങ്ങൾ വീട്ടിലെ കുഞ്ഞുവാവ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ ഉണ്ടല്ലോ, എന്താ അങ്ങനെ മോനെ ചോദിച്ചേ. അപ്പോ കുട്ടി പറഞ്ഞു, കയ്യിലുള്ള ഒരു മഞ്ഞ ബലൂൺ ഉണ്ടായിരുന്നു. ആ മഞ്ഞ ബലൂൺ കുട്ടി ആ ടീച്ചർക്ക് നേരെ കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോകുമ്പോ ഇത് ആ കുഞ്ഞുവാക്ക് കൊടുക്കണം. കുട്ടിക്കാകെ അല്പത്തോടു കൂടി നിന്ന് കുട്ടി നേരെ സീറ്റിലേക്ക് വന്നു. ആ സമയത്ത് പിന്നെ കുട്ടിക്കും ടീച്ചർക്കും എന്തോ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം അവിടെ, കുട്ടിയെ ചീത്ത പറയേണ്ടിയിരുന്നല്ലോ എന്ന് തോന്നുന്ന ഒരു സ്നേഹബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ ഈ കഥ കേട്ടപ്പോ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നു. ഞാൻ ചോദിച്ച്, ഈ കുട്ടിയെ മാറ്റി എടുത്തിക്കൊണ്ട് ചോദിച്ചു, എന്താ സംഭവം, നീ ദേഷ്യപ്പെട്ട് പോവേണ്ട, നീ എന്തിനാണ് നിന്നെ ശാസിച്ച അല്ലെങ്കിൽ നിന്നെ ശിക്ഷിച്ച ടീച്ചർക്ക് എന്തിനാണ് നീ ഗിഫ്റ്റ് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ അതിന് കുട്ടി പറഞ്ഞ മറുപടി, അതായത് ടീച്ചർക്ക് ഇപ്പൊ എന്നോട് ദേഷ്യമുണ്ട്, ശരിയാണല്ലോ, ദിവസവും എന്നോട് ദേഷ്യമുണ്ട്, പക്ഷേ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തോടുകൂടി, ഞാനൊരു ഒരു ഒരു പിന്നെ ബലൂൺ കൊടുത്തോടുകൂടി ടീച്ചർക്ക് ഇപ്പൊ എന്നോട് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായി. വല്ലാത്തൊരു വാചകമാണ്. നമ്മളൊരു 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോ ഒരു റിയാക്ഷൻ ഇമോജി ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കുട്ടി പറഞ്ഞ വേർഡ് വളരെ പ്രസക്താണ്. കാരണം നിങ്ങൾ ഈ ടീച്ചറോടുള്ള ആ ദേഷ്യം അല്ലെങ്കിൽ ടീച്ചർക്ക് എന്നോടുള്ള ദേഷ്യം അതോടുകൂടി ഇല്ലാതായല്ലോ, ഇപ്പൊ എന്താ നഷ്ടം, ഒന്നുമില്ല. അപ്പൊ എനിക്ക് വീണ്ടും ഒരു കൗതുകമായി, ഈ കുട്ടി യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ ഇത് എന്ന നിലയ്ക്കാണ് ചോദിച്ചപ്പോ കുട്ടിയുടെ കൂട്ടുകാരനെ പറഞ്ഞു, അവന്റെ ക്ലാസ്സിൽ അക്ബർ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. എപ്പോഴും അവനെ ഇടിക്കുകയും ശല്യപ്പെടുത്തുകയും തല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോ അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുട്ടിയോട് വിളിച്ചാൽ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ കുട്ടി പറഞ്ഞു, എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ കൊണ്ടുവന്നിരുന്നു, ബെൻറ്റന്റെ സ്റ്റിക്കറാണ്. ഞാൻ ബെൻറ്റന്റെ വാക്ക് കേൾക്കുന്നതാണ്. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഉപ്പ എനിക്ക് കൊണ്ടുവന്നപ്പോ എനിക്കറിയാം അത് അക്ബറിന് ഇഷ്ടമാണെന്ന്. അപ്പൊ ഞാൻ ഒരു ദിവസം
ഈ സ്റ്റിക്കർ ഈ അക്ബറിന് കൊണ്ടുപോയി കൊടുത്തു. അതോടുകൂടി ഞങ്ങളിപ്പോ എന്തായി, ഏറ്റവും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി വന്നു. നമുക്ക് തിയറി ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് റിയലി ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ആയി, എങ്ങനെ ഈ കുട്ടിക്ക് ഇത്രയും പ്രായത്തിൽ ഈ ഒരു ഇൻസൈറ്റ് കിട്ടുന്നു എന്നുള്ളതായി പിന്നെ അടുത്തൊരു സംശയം. എങ്ങനെയാണ് ഈ രാവിലെ തന്നെ ഈ ബലൂണ പൊട്ടിച്ച ഒരു മറുപടിയാണ്. എന്റെ ഉപ്പയുടെ ക്യാഷ് ബാഗിൽ കുറച്ച് ബലൂൺ ഉണ്ടാവും. എന്റെ ഉപ്പയുടെ ക്യാഷ് ബാഗിൽ കുറച്ച് ബലൂൺ ഉണ്ടാവും. ആ ബലൂൺ എന്തിനാന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞത്, ആ ബസ്സിൽ ഏതെങ്കിലും കുട്ടി കരയുന്ന സമയത്ത്, ഏതെങ്കിലും കുട്ടി കരഞ്ഞ് ഉമ്മാക്കൊക്കെ ഭയങ്കര അസ്വസ്ഥമാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ, ആ സമയത്ത് ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്, എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴോ കരയാനിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിട്ടുള്ള ഒരു ബലൂണ്, ആ ബലൂൺ എന്നൊരു ബലൂണാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ രക്ഷിതാവിൽ നിന്ന് കുട്ടിയിലേക്ക് പകർന്ന ഉപദേശത്തിലൂടെ അല്ല, ആ കുട്ടിയിലേക്ക് പകർന്നിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഇപ്പോ 10 വർഷത്തിന് ശേഷം നിങ്ങളെ മുമ്പിൽ ഈ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത് എന്നതിൽ നിന്ന് ആ ഒരു സംഭവത്തിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരുപക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ കുട്ടികളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ, വീട്ടിൽ നിന്നൊക്കെ കുറെ സമ്മാനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുക്കും. പറഞ്ഞിട്ടുണ്ടോ, നിന്നോട് ഏറ്റവും ഒരു ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും, ക്ലാസ്സിലാകുമ്പോൾ കുട്ടിയോട് ചോദിച്ചറിയാം, ചില കുട്ടികൾ ഇഷ്ടം ഉണ്ടാവില്ല, ചില കുട്ടികൾ ഇഷ്ടം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കുട്ടി ആ ഇഷ്ടമുള്ള കുട്ടിക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, ഇത് നീ ആ ഷംനക്ക് കൊടുക്കണേ ഈ സമ്മാനം, കാരണം ഷംന എപ്പോഴും നിന്നോട് തല്ലിവിടുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ ഷാബിന് കൊടുക്കണം. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ടും നിന്നപ്പം അങ്ങനെ പറയുന്നത് വിചാരിച്ച് ചിലപ്പോൾ കൊടുത്തെന്ന് വരും. യഥാർത്ഥത്തിൽ ആ ഉടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന ആ ബന്ധം ഒരു സമ്മാനത്തിലൂടെ അവർക്ക് വിളക്കി ചേർത്തിട്ട് നേരത്തെയുള്ള കൂട്ടുകാരും പുതിയ കൂട്ടുകാരെയായി. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ മാതൃക കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം ഒന്നല്ല, നമ്മൾ പലപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാകാം. ആ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുന്നതോടൊപ്പം എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യം പിടിച്ചിരിക്കുന്ന, നിങ്ങളോട് ശണ്ട കൂടി തെറ്റിയിരിക്കുന്ന, നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന, നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള, നിങ്ങളോട് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറിയ ആർക്കെങ്കിലും നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്ത ഒരു അനുഭവം പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ നിങ്ങളോട് അകാരണമായിട്ട് എന്തെങ്കിലും ഒരു നിസ്സാര വിഷയത്തിൽ തെറ്റിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്തു നോക്കൂ. തീർച്ചയായും നിങ്ങളായിരിക്കും അവരുടെ മുന്നിലുള്ള ഏറ്റവും ഏറ്റവും നല്ല സുഹൃത്തായി മാറും. നിങ്ങളൊന്നും പറയണ്ട, ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മതി. നിങ്ങൾ ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു ഒന്നും പറയണ്ട, നിങ്ങൾ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പൊ ഈ സമയം ശരിക്കും അവരോടുള്ള ഒരു മധുര പ്രതികാരമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം. ഇതിപ്പോ തിയറി പറയാൻ സുഖമാണ്, പ്രാക്ടിക്കലാക്കാൻ വലിയ പ്രയാസങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബന്ധങ്ങളിലൊക്കെ ഇടർച്ചയൊക്കെ വന്നിട്ടുണ്ടാവും. അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് അവരുടെ മനസ്സ് മാറ്റും. അവര് ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങളോട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അവരെ ഉള്ളില് അവരെന്ത് ചെയ്യും, ആ മനസ്സ് മാറ്റും. പിന്നീടും അവര് നമ്മളോട് പകവെച്ച് പുറത്താണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് അത് ചെയ്തോ എന്നുള്ളതാണ്. പ്രവാചകൻ തന്നെ തമ്മിൽ തെറ്റിയിരിക്കുന്ന സമയത്ത് സലാം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ഗിഫ്റ്റ്, അത് ഗിഫ്റ്റ് ആണല്ലോ, ഒരു അപ്രീസിയേഷൻ ആണ്. പുഞ്ചിരി പോലും ദാനമാണെന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോ ആ ഒരു ചെറിയ ഒരു സലാം പോലും അങ്ങോട്ട് ആദ്യമാണ് കൊടുക്കുന്നത്, അവർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കൂടുതലെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു തന്ന അത്രയേ ഉള്ളൂ. നമുക്ക് ജീവിതത്തെ മാറ്റിമറിക്കാൻ, ജീവിതത്തെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ ചിലപ്പോ ഒരു ചെറിയ സമ്മാനപ്പൊതി കൊണ്ട്, ചെറിയ ഗിഫ്റ്റ് കൊണ്ട് സാധിക്കും. അതിൽ കുറെ പണം വേണമെന്നൊന്നുമില്ല. വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് വേലിക്കടിയിൽ കാണുന്ന ഒരു പൂവ്, അത് പറിച്ചിട്ട് ഒരു കുട്ടി കൊടുത്താൽ അതൊരു ഗിഫ്റ്റാണ്. നമ്മൾ നടത്തുന്ന ഒരു പുഞ്ചിരി, നമ്മൾ നടത്തുന്ന നല്ല സംസാരം, അതിന് വില പോലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പോലും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ ചെലവുള്ള സംഗതി ഒന്നും നൽകണമെന്നില്ല.
വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം നമുക്ക് കാണാൻ കഴിയും. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. സ്റ്റീഫൻ കോവിയുടെ ആണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ പൈസ അക്കൗണ്ടിൽ നിക്ഷേപിക്കാറുണ്ട്. ഇതേപോലെ നമുക്ക് ഇമോഷണൽ ആയിട്ട് നിക്ഷേപിക്കാവുന്ന, ഇമോഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ ആ നിക്ഷേപിക്കുന്ന പണം അത് നമുക്ക് ജീവിതത്തിൽ ബെനിഫിറ്റ് ആയി കിട്ടുന്നതാണ്. ആ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ഗിവിങ് സ്മോൾ ഗിഫ്റ്റ് എന്നുള്ളതാണ്. ഗിവിങ് സ്മോൾ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഒരാളിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഒരാളിൽ മനസ്സ് കീഴടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഗിഫ്റ്റ് കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ പറയുന്നത്. ഇതൊരു ഡിപ്പോസിറ്റ് ആയി മാറുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ നൽകുന്ന ഒരു മോശം അനുഭവം, നമ്മളിലൂടെ ഉണ്ടാവുന്ന ഒരു ദുരനുഭവം അവർക്ക് അത് വിത്ഡ്രോവൽ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് എത്രത്തോളം ഈ ഡിപ്പോസിറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് പണമില്ലാതെ നടക്കുന്ന ഒരു ഡിപ്പോസിറ്റ് ആണ്. അതിനാണ് അദ്ദേഹം ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് തന്നെ യൂസ് ചെയ്തത്. ഈ നമ്മളുടെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്പോസിറ്റ് ആണോ വിത്ഡ്രോവൽ ആണോ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ആഡം ഗ്രാൻഡിന്റെ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 3 പ്രിൻസിപ്പിൾ സമർപ്പിക്കുന്നുണ്ട്. ഒരു 3 പ്രിൻസിപ്പിൾ, ആളുകളെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അദ്ദേഹം. അതായത് ഒന്ന് ടേക്കേഴ്സ് ആണ്, രണ്ടാമത്തെ മാച്ചേഴ്സ് ആണ്, മൂന്നാമത്തെ ഗിവേഴ്സ് ആണ്. ആഡം ഗ്രാൻഡിന്റെ ഈ തിയറി പ്രകാരം അദ്ദേഹം പറയുന്നത് എനിക്ക് എന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾ ഉണ്ടാവും. ഇങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ മാച്ചേഴ്സ് ആണ്, ഇങ്ങോട്ട് തന്നതിന്റെ കണക്ക് നോക്കി മാത്രമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ആളുകളാണ്. മൂന്നാമത്തേത് ഗിവേഴ്സ് ആണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത നൽകുന്നവരാണ്. അപ്പോ ഏത് വിഭാഗത്തിലാണ് ഞാൻ നിങ്ങളും പെടുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി സമർപ്പിക്കുന്ന പിന്നെ ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന വളരെ ഫേമസ് സെൽഫ് ഹെൽപ്പ് ഓറായ പുസ്തകം. സ്നേഹത്തിന്റെ 5 ഭാഷകൾ എന്ന് പറയുന്ന 5 പോയിന്റുകളിൽ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് റിസീവിങ് ഗിഫ്റ്റ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗിവിംഗ് ഗിഫ്റ്റ് അല്ല പറയുന്നത്, റിസീവിംഗ് ഗിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഗിഫ്റ്റ് വാങ്ങൽ ഒരു സ്നേഹഭാഷണമാവുന്നത്, സ്നേഹത്തിന്റെ ഭാഷയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്താലേ കിട്ടൂ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. അപ്പോ വേറെയും കുറെ തിയറികൾ പറയുന്ന കൂട്ടത്തിൽ സ്നേഹത്തിന്റെ ഭാഷയായിട്ട് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഇത് ഈ പറയുന്ന സൈക്കോളജി തിയറി മാത്രമല്ല, സയന്റിഫിക് ആയിട്ട് തന്നെ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഹെൽപ്പേഴ്സ് ഹൈ എന്നാണ് സയന്റിഫിക്കലി അതിന് പറയാം. ബ്രെയിനിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച്. അതായത് നിങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനും ഡോപ്പമിനും പോലുള്ള ഹോർമോണുകൾ, അത് സൈക്കോളജികൾ പറയുന്നത് ഹെൽപ്പേഴ്സ് ഹൈ എന്നാണ് അതിന് പറയുന്നത്. ഈ ഹൈ ഒരുപക്ഷെ നമ്മുടെ ലഹരിയിലൂടെ കിട്ടുന്നുണ്ടാവാം, പക്ഷെ അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരവും അതോടൊപ്പം തന്നെ നൈമിഷികവുമാണ്. അതേസമയത്ത് എന്നും നിൽക്കുന്ന ഹൈ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഒരു ഗിഫ്റ്റിലൂടെ സാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് തന്നെ ആ വിഷയത്തെ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഞാൻ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പിന്നെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റിന് ആധുനികമായ ഒരു അർത്ഥതലങ്ങൾ മാത്രമല്ല ഉള്ളത്. ചരിത്രത്തിൽ ഒരുപാട് പിന്നെ മഹാന്മാര്, മഹാഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ചും വളരെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് ഭാരതീയമായ പിന്നെ രേഖകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സാമം ദാനച്ച ഭേദം ദണ്ഡം ചെയ്തി ചതുഷ്ടയം എന്ന് പറയുന്ന ഒരു മനുസ്മൃതിയിലൊരു വാചകമുണ്ട്. അതായത് ചാണക്യൻ എന്ന് പറയുന്ന കൗടില്യൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രമായിട്ട് 4 കാര്യം പറയുന്നുണ്ട്. അതൊന്ന് സമവായത്തിൻ്റെതാണെങ്കിൽ, രണ്ടാമത്തേത് ദാനത്തിൻ്റെതാണ്, മൂന്നാമത്തേത് വിഭജിക്കലിൻ്റെതാണ്, നാലാമത്തേത് യുദ്ധത്തിൻ്റെതാണ്. അപ്പോ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ, സമൂഹത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 4 ടേമുകൾ, 4 തിയറികളിൽ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ചരിത്രത്തിൽ വേറെയും കാണാൻ സാധിക്കും. യേശുക്രിസ്തു പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. കൊടുക്കുന്ന കൈകളെക്കാൾ മികച്ചതാണ്, വാങ്ങുന്ന കൈകളെക്കാൾ മികച്ചതാണ് കൊടുക്കുന്ന കൈകളെന്ന്.
നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. ലാ തസ്തവിൽ ഹസനത്ത് വല സയ്യിഅ എന്നാണ് അതിന് ഉപയോഗിച്ച വാക്ക്. അതിനുശേഷം പറയുന്ന ഒരു വാചകം നേരത്തെ ആദ്യത്തെ പറഞ്ഞ കഥയുമായി വളരെ സാമ്യമുള്ളതാണ്. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. പക്ഷെ അതെല്ലാവർക്കും ചെയ്യുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും കഴിയില്ല. അത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന എല്ലാവർക്കും കഴിയുന്ന കാര്യമില്ല. പക്ഷെ അത് സാധിച്ചാൽ ഏറ്റവും വലിയ കൊടിയ ശത്രുവിനെ പോലും നിങ്ങളെ ആത്മമിത്രമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞത് പിന്നെ വിശുദ്ധ വേദമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ വൈകാരികമായ ഒരു തലം ഗിഫ്റ്റിന് കൊടുത്ത മറ്റൊരു മഹാഎഴുത്തുകാരനാണ് ഓ ഹെൻറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കഥ വളരെ ഫേമസ് ആണ്. ദി ഗിഫ്റ്റ് ഓഫ് ദ മാജി എന്നാണ് ആ കഥയുടെ പേര്. ദരിദ്രനായ ജിമ്മും ഡെല്ലയും തമ്മിലുള്ള ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മഹത്തായ കഥ. നിങ്ങൾ ഇപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. സംഭവം അവർ തമ്മിൽ വളരെ പ്രണയബദ്ധരായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് കൊടുക്കാൻ കയ്യിൽ കാശില്ല. അവരാലോചിച്ചു, എന്താണ് എന്റെ പ്രിയതമയ്ക്ക് ഞാൻ കൊടുക്കുക. അങ്ങനെ അവർ തീരുമാനിച്ചു, എന്റെ പ്രിയതമ എന്ന് പറയുന്നത്, എന്റെ കാമുകി എന്ന് പറയുന്നത്, അവൾക്ക് നീളത്തിലുള്ള ഒരു മനോഹരമായ മുടിയുള്ളവളാണ്. പക്ഷെ ആ മുടി അത്രയും പരിപാലിച്ചുള്ള മുടി ഉണ്ടെങ്കിലും ആ മുടിയിൽ ഇടാനുള്ള ഒരു ക്ലിപ്പ് അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പുറത്ത് അദ്ദേഹത്തിന് ഹെൻറിക്ക് ഒരു വാച്ച്, ജിമ്മിന് ഒരു വാച്ച് ഉണ്ട്. പക്ഷെ ആ വാച്ചിന്റെ സ്ട്രാപ്പ് പൊട്ടിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഒരു സ്ട്രാപ്പ് കിട്ടുക എന്നുള്ളതാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും, പക്ഷെ ആ ആവശ്യം നിറവേറ്റാനുള്ള പണം കയ്യിലില്ലാതെ വന്നപ്പോ അവര് ഒരു കാര്യം തീരുമാനിച്ചു. അവർ രണ്ടുപേരും പരസ്പരം ധാരണയോട് കൂടി അല്ലാതെ തന്നെ അവർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പോയിട്ട് ഈ ഡെല്ല ആ സ്റ്റാപ്പിന് വേണ്ടിയിട്ട് തന്റെ മുടി മുറിച്ച് വിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ആ മുടിയിലിടാനുള്ള ക്ലിപ്പിന് വേണ്ടിയിട്ട് ജിമ്മ് തന്റെ വാച്ച് വിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയാണ്. ഒരാളെ കയ്യിൽ തന്റെ കാമുകന് കൊടുക്കാനുള്ള വാച്ചിന്റെ സ്ട്രാപ്പും മറ്റൊരാളുടെ കയ്യിൽ കാമുക് കൊടുക്കാനുള്ള മുടിയിലുള്ള ക്ലിപ്പും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് വാച്ചും അപ്പുറത്ത് മുടിയും ഇല്ലാതായി പോയിരുന്നു. ഇത് നമുക്ക് ഗിഫ്റ്റിന്റെ, പക്ഷെ അത് രണ്ടും കൊടുത്തില്ലെങ്കിൽ പോലും അവരുടെ ബന്ധം അത് ലോകത്ത് എന്താ പറയാ നമുക്ക് എടുത്തു കാണിച്ച എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രണയത്തിന്റെ വൈകാരികതയുടെ ചില ചതിയുടെ കഥ കൂടി ഗിഫ്റ്റ് പറയാനുണ്ട് എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അതാണ് നമ്മളുടെ ടൈറ്റിൽ ട്രോജൻ കുതിര എന്ന് പറയുന്നത്. ട്രോജൻ കുതിരയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കാണ്. സംഭവം ഇതാണ്, ഗ്രീക്ക് സൈന്യം കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രോയ് നഗരത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുകയാണ്. അങ്ങനെ ഗ്രീക്ക് സൈന്യം വളരെ കഷ്ടപ്പെട്ട് മെനക്കെട്ടിട്ടും നടക്കാതെ പോയ ഒരു സംഭവമായിരുന്നു ട്രോയ് നഗരം കീഴടക്കുക എന്നുള്ളത്. ഒരിക്കൽ അവര് ഒരു തന്ത്രം കണ്ടുപിടിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു മരക്കുതിര ആ നഗരത്തിന് സമ്മാനിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു മരക്കുതിര ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് പോയി. അവരെല്ലാവരും വിചാരിച്ചു ഇതൊരു ദൈവികമായ ഒരു സമ്മാനമാണെന്ന് വിചാരിച്ചു. വളരെ ആഹ്ലാദത്തോടുകൂടി അവർ ആ മരക്കുതിരയുമായിട്ട് അവരുടെ കോട്ടക്കുള്ളിലേക്ക് കയറുകയാണ്. ആ കോട്ടയാണെങ്കിൽ വലിയ വലുതാണ്. അതൊരിക്കലും ആർക്കും തകർക്കാൻ കഴിയാത്തൊരു കോട്ടയായിരുന്നു. പക്ഷെ ആ കോട്ടക്കുള്ളിലേക്ക് ഈ മരക്കുതിര കയറി ഒരു സുപ്രഭാതത്തില് ആ മരക്കുതിര പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അതിനുള്ളിൽ ഒരുപാട് പടയാളികളായിരുന്നു. ആ മരക്കുതിരന്റെ ഉള്ളിൽ വലിയ പടയാളികൾ, പടച്ചട്ടയുമായിട്ട് എല്ലാ സർവായുധ സജ്ജരായിട്ടുള്ള ഒരുപാട് പടയാളികളായിരുന്നു ആ മരക്കുതിരക്കുള്ളിലുള്ളത്. ആ ഗിഫ്റ്റ് അവിടെ ഒരു നഗരം കീഴടക്കുന്ന, ആ ഗിഫ്റ്റ് അവിടെ ഒരു രാജ്യത്തെ തന്നെ കീഴടക്കുന്ന വലിയൊരു ചതിയുടെ തലങ്ങൾ കൂടി അതിനുണ്ട്. ഇവിടെ നമ്മൾ നേടുന്ന പാഠം എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ് എന്താണെന്ന് ഓരോരുത്തരും കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കുതിരയുടെ വാതിൽ തുറന്ന് ഉള്ളിലുള്ള പടയാളികളെ പുറത്തുവിട്ടതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തുവിടുക എന്നുള്ളതാണ്. ലോകം കാത്തിരിക്കുന്നത് ഈ ഗിഫ്റ്റിന് വേണ്ടിയാണ്. ട്രോജൻ കുതിര ട്രോയിയെ തകർത്തുവെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഗിഫ്റ്റ്
തകർക്കാൻ വേണ്ടിയിട്ടല്ല, ക്രിയാത്മകമായിട്ട് ഈ ലോകത്തെ പടുത്തുയർത്താൻ നമുക്ക് കഴിയുന്ന വലിയ ഒരു കാര്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇടയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഗുഡ് മോർണിംഗ്. താങ്ക് യു.